ഹായ് ഗായ്സ്, ഇത്തവണ ഞാൻ മൈസൂർ പോയ യാത്രാ വിവരണത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് കുറച്ച് നാൾ മുന്നേ പോയ യാത്രയായിരുന്നു. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറേ സമയം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പൊതുവേ ഇത്തിരി മടി കൂടുതലാണ്, അതാണ് പ്രശ്നം. ഞാൻ തലേദിവസം ഇതുപോലെ ട്രാവലർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. എ സി ബസ്സായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ സൗകര്യമുണ്ട് സീറ്റിൽ. അങ്ങനെയായിരുന്നു പോയത്. അപ്പോൾ രാത്രി എടപ്പള്ളി പത്തനംതിട്ടപ്പാലം അവിടെ നിന്നായിരുന്നു ബസ് ഞങ്ങളെ പിക്ക് ചെയ്തത്. നൈറ്റ് കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്, വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലത്തെ കാഴ്ചകളാണിത്. ഏകദേശം മൈസൂരിനോട് അടുക്കാറായി. സ്ഥലത്തിൻ്റെ പേരെന്താണെന്നും അറിയില്ല, കാരണം അവിടെ കടകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതി വെച്ചത് വായിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല കാഴ്ചയായിരുന്നു. റോഡ് സൈഡിൽ കാഴ്ചകൾ, കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില ഇടങ്ങളിൽ മയിലുകളിനെയൊക്കെ കാണാമായിരുന്നു. പക്ഷെ നമുക്ക് ബസ് നിർത്താതെ പോകുന്നത് കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇത് നെക്സ്റ്റ് ദിവസം ഞാൻ സ്റ്റേ ചെയ്ത ശേഷം തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ സ്റ്റേ എടുത്തായിരുന്നു. നെക്സ്റ്റ് ദിവസം ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അതായത് നടന്ന് തന്നെ പോയി നോക്കാമെന്ന് ആലോചിച്ച് അങ്ങനെ ഞാനിങ്ങനെ റോഡിലൂടെ നടക്കുകയാണ്. അപ്പം മൈസൂർ പാലസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തൊട്ടടുത്തുണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ ഡിസ്റ്റൻസ് ഉള്ളതാണെങ്കിൽ ഓട്ടോ പിടിച്ച് അങ്ങനെയാണ് പോയത്. ഇപ്പോൾ മൈസൂർ പാലസിലാണ് ആദ്യം വന്നത്. അപ്പം ഞാൻ അവിടെ ഫ്രണ്ട് വ്യൂ ഒക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പണ്ടൊരിക്കൽ ഞാനിവിടെ +2 പഠിക്കുന്ന ടൈമിൽ മൈസൂരൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അന്ന് കാണുന്ന ഒരു കാഴ്ചയും ഇന്ന് കാണുന്ന കാഴ്ചയ്ക്കും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവില്ല. നമ്മൾ ഓരോ തവണ യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലും വെറൈറ്റി എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഒരു മൂവി കാണുന്ന ഫീലായിരുന്നു ആ പാലസിനുള്ളിലെ വർക്കുകളൊക്കെ കണ്ടപ്പം. ചിത്രപ്പണികളൊക്കെ മുകളിലൊക്കെ നോക്കി നിൽക്കാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ തന്നെ നിന്ന് നോക്കാൻ തോന്നി. അതേപോലെ നമ്മളൊരു രാജാക്കന്മാരുടെയൊക്കെ മൂവീസ് കാണുന്ന അതേ ഒരു എഫക്റ്റിൽ ആ ഒരു സീൻ നമ്മുടെ മനസ്സിലൂടെ പോവും. നമുക്ക് എന്ത് ഭംഗിയാണ് തൂണുകളും മേൽക്കൂരകളും ഒക്കെ. ഞാൻ മൈസൂർ പോയപ്പോൾ എടുത്ത വീഡിയോസ് ഒന്നുപോലും എനിക്ക് മിസ് ചെയ്യാൻ തോന്നുന്നില്ല. അത് കാരണം ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടാൽ ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നുന്നു. അത് കാരണം പാർട്ടായിട്ട് ഇടാമെന്നാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു 2 ടെമ്പിൾസ് ഉണ്ടായിരുന്നു. ശ്രീ പ്രസന്ന കൃഷ്ണ സ്വാമി ടെമ്പിൾ, അതുപോലെ ലക്ഷ്മി നാരായണ ടെമ്പിൾ. അപ്പോൾ ആ 2 ടെമ്പിൾസിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ടെമ്പിളിലേക്ക് കിടക്കുമ്പോൾ അറിയാമല്ലോ, നമുക്കൊരു സമാധാനം, പ്രത്യേക ഒരു സമാധാനമാണ് അവിടെ. പിന്നെ പ്രത്യേക ഒരു ഗസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളീനെയാണ് പിന്നെ ഫുള്ള് ഫോക്കസ് ചെയ്തത്. ശ്രീരാമൻ തൻ്റെ വിരലുകൾ കൊണ്ട് വരഞ്ഞ ഒരു മൃഗമാണല്ലോ അണ്ണാർക്കണൻ. അപ്പോൾ പുള്ളിക്ക് അവിടെ മെയിൻ റോളുണ്ട്. ഞാനൊന്ന് തൊടാനൊക്കെ ശ്രമിച്ചെങ്കിലും ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു അതിനെ ശല്യപ്പെടുത്തലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പെറ്റാണ് ഈ അണ്ണാർക്കണൻ എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അവനെ തന്നെ കുറേ നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ആൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു.
ഇത് റോഡിലൂടെ ഞാൻ നടന്നപ്പോൾ കണ്ട ദേശാടന കിളികളിൽ പെട്ടൊരു കിളിയാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ പുള്ളിനെ കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല, പെട്ടെന്ന് പറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പാനിപ്പൂരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ അത് കഴിക്കാമെന്ന് വെച്ചു. എന്നിട്ട് വീണ്ടും ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഞാനത് നടക്കാറുണ്ട്, കാരണം അത്രയൊക്കെ നടക്കുന്നത് എനിക്കിഷ്ടമാണ്. ഇത് നമ്മുടെ മൈസൂർ സിറ്റി സെൻട്രലാണ്. അവിടെ നിന്നാണ് പല ഡയറക്ഷനിലോട്ട് പോകുന്നത്. ഇത് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ഇതിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ വഴിയൊക്കെ തെറ്റും. അപ്പോൾ ഞാൻ അതിന് തൊട്ടടുത്താണ് ഈ പാർക്ക് കണ്ടത്. അപ്പം ചുമ്മാ കുറച്ച് നേരം കയറി. ഞാനിപ്പോൾ ഒരു കാഴ്ച കാണിച്ചു തരാം. ഞാൻ ഈ റോഡിൽ നിന്ന് ഈ കാഴ്ച കണ്ടിട്ടാണ് ഇവിടെ കയറിയത്. വളരെ ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നമുക്ക് മരത്തിലെ പൂവ് ഇങ്ങനെ ആ ഗാർഡൻ ഫുള്ള് വീണ് കിടക്കുന്നുണ്ട്. ഹാ ഹാ, എന്ത് രസമാണ് കാണാൻ. നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ. അപ്പം ഗായ്സ്, മൈസൂർ യാത്ര അവസാനിച്ചിട്ടില്ല, ഇനിയും അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു പാർട്ട് 1 ആയിട്ടാണ് ഇതിരുന്നത്. നെക്സ്റ്റ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.